ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാസ് ഫുഡ് ബുക്ക്. നമുക്കിന്നെങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വാനില ഐസ്ക്രീം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് പപ്പായ ഒരു കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ആപ്പിളാണ്. പിന്നെ പ്രൊമോഗ്രാനൈറ്റ് ഒരു ഹാഫ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ബനാന എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം. നമുക്ക് പിന്നെ കസ്റ്റാർഡ് പൗഡർ വേണം. ഇത് കൂടാണ്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് ഇടുന്നത്. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നന്നായി കട്ടകളൊക്കെ ഉടച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു പാനിലേക്ക് 250 ml മിൽക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊരു കട്ടിയില്ല. ഇനി നമുക്ക് ഈ പാലൊന്ന് സ്റ്റൗമ വെച്ചിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ചൂടായിട്ട് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ പാലൊക്കെ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് 60 ml ഷുഗറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് കുറുങ്ങി വന്നിട്ട് നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പപ്പായയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഗ്രാനൈറ്റ് എടുത്തു വയ്ക്കാം. അതുപോലെ ഒരു ബനാന നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരു ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ മുന്തിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിലത്തെ കുരുകളൊക്കെ കളയണം കേട്ടോ. കുരുവൊന്നും വേണ്ട നമുക്ക് ഫ്രൂട്ട് സലാഡിൽ. നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കുറുക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് പീനട്ട്സ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ഐസ് ക്യൂബും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ബായ്.